പുതിയ വസന്തവുമായി ഇതാ നമ്മുടെ മണ്ണിലെത്തിയിരിക്കുന്നു ഫ്ലവേഴ്സ് ചാനൽ. മലയാള ചലച്ചിത്ര ലോകത്തെ പ്രതിഭകളുടെ താരത്തിളക്കം നിറഞ്ഞ വേദിയിലായിരുന്നു ഫ്ലവേഴ്സിന്റെ തുടക്കം. 2015 ഏപ്രിൽ 12 ഉദ്ഘാടന വേദിയിലെ നിറഞ്ഞ സദസ്സ് തന്നെയാണ് 11ാം പിറന്നാളിന്റെ നിറവിലും ഫ്ലവേഴ്സിന്റെ കരുത്തും കരുതലും. ടെലിവിഷൻ കാഴ്ചകളുടെ ചെറിയ ചതുരത്തിനുള്ളിൽ നമ്മൾ കണ്ടു പരിചയിക്കാത്ത ബ്രഹ്മാണ്ഡ സെറ്റുകളിലായിരുന്നു ഫ്ലവേഴ്സിന്റെ പ്രധാന ഷോകളുടെ അരങ്ങേറ്റം. ഇന്ത്യൻ മ്യൂസിക് ലീഗ്, സ്മാർട്ട് ഷോ, കോമഡി ഉത്സവം, ഒരു നിമിഷം, ഫ്ലവേഴ്സ് ഒരു കോടി, സ്റ്റാർ ചലഞ്ച്, ടോപ്പ് സിംഗർ, സ്റ്റാർ മാജിക്, മ്യൂസിക്കൽ വൈഫ് എന്നിവയുടെ വിവിധ സീസണുകൾ 12K വിസ്താരയുടെ ദൃശ്യമികവിലൂടെ മലയാളികളെ അന്നുമിന്നും വിസ്മയഭരിതരാക്കുന്നു. ആറു മണിക്കൂർ നീണ്ടുനിന്ന ടെലിവിഷൻ ടോക്ക് ഷോയിലൂടെ ഏറ്റവുമധികം ചോദ്യങ്ങൾ ചോദിച്ച അവതാരകൻ എന്ന ഗിന്നസ് നേട്ടത്തിന്റെ തിളക്കം ശ്രീകണ്ഠൻ നായർ ഷോയിലൂടെ ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ സ്വന്തമാക്കി. കഴിവുകളുണ്ടായിട്ടും വേദികൾ കിട്ടാതിരുന്ന നിരവധി കലാകാരന്മാർക്ക് ജീവിതത്തിന്റെ ഉത്സവമായി ഫ്ലവേഴ്സ് കോമഡി ഉത്സവം. കലാകാരന്മാരുടെയും കലാരൂപങ്ങളുടെയും പങ്കാളിത്തത്തിലൂടെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ലൈവ് ഷോ കോമഡി ഉത്സവവും ഗിന്നസ് റെക്കോർഡിന്റെ നെറുകയിലെത്തി. എന്റർടൈൻമെന്റ് ഷോകളുടെ അതേ പ്രൊഫഷണലിസം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും പിന്തുടർന്നതാണ് 11 വർഷം പിന്നിടുമ്പോൾ ഫ്ലവേഴ്സിനെ മലയാള ടെലിവിഷൻ ചാനലുകളിൽ പകരം വയ്ക്കാനില്ലാത്ത ദൃശ്യ സാന്നിധ്യമാക്കുന്നത്. ഓരോ അവതാരകരെയും സ്വന്തം വീട്ടുകാരെപ്പോലെ ജനം സ്വീകരിച്ചു. സുഖത്തിലും ദുഃഖത്തിലും വേദനയിലും പുഞ്ചിരിയിലുമെല്ലാം അവരും ഒപ്പമുണ്ടായിരുന്നു. തുടക്കം മുതൽ കൂടെ കൂടിയ പരിപാടികളായ ഉപ്പും മുളകും മുതൽ 6ാം സീസണിലേക്കെത്തിയ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വരെ ഇന്നും ഫ്ലവേഴ്സ് പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുന്നു. ജനപ്രിയ സീരിയലുകൾ, റിയാലിറ്റി ഷോകൾ, പ്രേക്ഷകരെ കുടുകുടെ ചിരിപ്പിച്ച ഹാസ്യപരിപാടികൾ, പ്രേക്ഷക ഹൃദയത്തിലേക്ക് ഫ്ലവേഴ്സ് ആഴ്ന്നിറങ്ങിയത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്.